നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയെന്നു, മനുഷ്യനാക്കിയെന്നു, അങ്ങനെ എന്തു വേണമെങ്കിലും പറയാം. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം തുടങ്ങിയ പ്രയോഗങ്ങളും വേണമെങ്കിൽ ഉപയോഗിക്കാം. പറഞ്ഞു വരുന്നത് BJPയുടെ കേരളത്തിലെ ഏക MLA ആയ ഒ രാജഗോപാലിനെ പറ്റിയാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആദ്യമായി BJP അക്കൗണ്ട് തുറന്നപ്പോൾ BJP പ്രവർത്തകർ അതീവ സന്തോഷത്തിലായിരുന്നു. ഉത്തരേന്ത്യയിൽ വേരൂന്നിയ സംഘരാഷ്ട്രീയം കേരളത്തിലും തുടക്കം കുറിക്കാമെന്ന വ്യാമോഹത്തിലായിരുന്നു BJP. എന്നാൽ അതൊക്കെയും BJPയുടെ സ്വപ്നങ്ങൾ മാത്രമായി തീർന്നു. BJP MLA ആയിരുന്നിട്ടും BJPയുടെ ന്യൂനതകളെ ചൂണ്ടിക്കാട്ടിച്ച ഒ രാജഗോപാൽ BJPയെ തന്നെ വെട്ടിലാക്കുകയാണ്. നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പരാജയത്തിനെതിരെ ഒ രാജഗോപാൽ രംഗത്ത് വന്നിരുന്നു. BJP ഇടത് സർക്കാരിന്റെ സ്വർണ്ണക്കടത്തിനും മറ്റ് വിഷയങ്ങൾക്കും പ്രാധാന്യം നൽകിയപ്പോൾ ഇടത് സർക്കാർ ജനങ്ങൾക്കൊപ്പം നിന്നെന്നും അതിന്റെ ഫലമാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്നും ഒ രാജഗോപാൽ പറഞ്ഞിരുന്നു. BJPയുടെ പരാജയത്തിന് കാരണം ഇടതു വലതു മുന്നണികൾ വോട്ട് മറിച്ചതാണെന്ന് സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പഴിചാരുമ്പോഴാണ് ഒ രാജഗോപാൽ ഇടതുമുന്നണിയെ പരസ്യമായി അഭിനന്ദിച്ചത് എന്നതും ശ്രദ്ധേയമാണ്. ഇപ്പോഴിതാ ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച കാർഷിക ബില്ലിനെതിരായുള്ള പ്രമേയത്തെ ഒ രാജഗോപാൽ എതിർക്കാത്തതും BJPക്ക് തലവേദന സൃഷ്ടിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാഴികയ്ക്ക് 40 വട്ടം കാർഷിക നിയമം കർഷകർക്ക് ഗുണകരമായി മാറുമെന്ന് പറയുമ്പോഴാണ് കേരളത്തിലെ ഏക BJP MLA കാർഷിക ബില്ലിനെതിരായുള്ള പ്രമേയത്തെ എതിർത്ത് സംസാരിക്കാത്തത്. പ്രമേയം പാസ്സായത് ഐക്യകണ്ഠേനയാണെന്നും കർഷക നിയമം പിൻവലിക്കണമെന്നുമാണ് ആഗ്രഹിക്കുന്നതെന്നും ഒ രാജഗോപാൽ നിയമസഭയ്ക്ക് പുറത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. നിയമസഭ കൊണ്ടുവന്ന പ്രമേയത്തിൽ ചില വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അതിനെ ചൂണ്ടിക്കാണിക്കുകയാണ് സഭയിൽ ചെയ്തതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രമേയത്തെ ഞാൻ അനുകൂലിച്ചു. പൊതുമനസാക്ഷി നിയമത്തിന് അനുകൂലമല്ലായിരുന്നു. അതിലെ ജനാധിപത്യ സ്പിരിറ്റ്. ജനാധിപത്യ സംവിധാനത്തിൽ ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറഞ്ഞ് നിൽക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഒ രാജഗോപാൽ പറഞ്ഞത്. ഒ രാജഗോപാലിന്റെ പ്രസ്താവനയോടെ വെട്ടിലായിരിക്കുന്നത് സംസ്ഥാന BJP നേതൃത്വം കൂടിയാണ്. രാജഗോപാലിന്റെ പ്രസ്താവന കേട്ടിട്ടില്ലെന്നും അദ്ദേഹവുമായി സംസാരിച്ച ശേഷം മറുപടി പറയാമെന്നുമായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ഇതിനോട് ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചത്. നേരത്തെ പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കേരള നിയമസഭയിൽ അവതരിപ്പിച്ച പ്രമേയത്തിന്മേലുള്ള ചർച്ചയിൽ BJP MLA ഒ രാജഗോപാലിനെതിരെ രൂക്ഷമായി വിമർശിച്ച M സ്വരാജ് രംഗത്തെത്തിയിരുന്നു. 90-ാം വയസ്സിലും പച്ചക്കള്ളം പ്രചരിപ്പിക്കാതെ മനുഷ്യത്വത്തോടെ പെരുമാറണമെന്നായിരുന്നു അന്ന് സ്വരാജ് സഭയിൽ പറഞ്ഞത്. ചിലപ്പോൾ അതിനുശേഷമായിരിക്കാം ഒ രാജഗോപാലിന് ഇത്തരം മാറ്റമുണ്ടായതെന്നാണ് സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗത്തിന്റെ പ്രതികരണം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Mama's dishwash liquid, soft on hands.